പ്രമോയൊക്കെ കാണുമ്പോൾ ഒരു തരിപ്പ് കിട്ടുമല്ലോ, കിക്ക് ഓഫ് കിട്ടുമല്ലോ, അതുപോലെ സാധനമാണ് കണ്ടോണ്ടിരിക്കുക. അത്യാവശ്യം നല്ല പേടിയോ. ക്രിസ്റ്റോസ് സേവറിന്റെ BGM ഒന്നും രക്ഷയില്ല. ഇരുന്ന് ഒരു സീനുണ്ട്, നമ്മൾ രോമാഞ്ചോടിക്കും. അമ്മാര് പറയാൻ പറ്റണല്ലോ, അമ്മാര് രസമായിട്ട് ചോദിച്ചിട്ടുണ്ട് പടം. കാണാത്തൊരു പ്രണവ് മൂലം അന്യ ഡിയക്ടേഴ്സിന് അന്യ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. 2025 ലാലേട്ടൻ തൂക്കി, ബാക്കി മകൻ തൂക്കുകയാണ്. ഇതാ മലയാള ഇൻഡസ്ട്രിയിൽ ഇന്നേ വരെ ഇതേപോലെ ഒരു ഫിലിം വന്നിട്ടില്ല. വല്ലാത്ത മേക്കിങ്ങും മ്യൂസിക്കും ഒരു രക്ഷയില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നമ്മളെ പിടിച്ചിരുത്തിക്കളായി. പഴയ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർക്ക് കല്യാൺകാട്ട് നീലിയും പിന്നെ പ്രേം നസീറിൻ്റെയൊക്കെ കുമാരേട്ട ഇതൊക്കെ അവർക്ക് പിടിക്കുള്ളൂ. മലയാള ഇൻഡസ്ട്രിയിൽ ഇറങ്ങി വെച്ച് കിടിലം ഹൊറർ പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ജംപ് സ്കെയറൊക്കെ ഉണ്ട്, നൈസായിരുന്നു. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒക്കെ സെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇതിനെ കാണാത്തൊരു പ്രണവിനാണ് കാണുന്നത്. കാണാത്തൊരു പ്രണവ് മൂലം അന്യ ഡിയക്ടേഴ്സിന് അന്യ അഭിനയം. അടിപൊളി. ഇത്ര കൊള്ളാണ് കണ്ടോണ്ടിരിക്കാം. നല്ല ഹൊറർ എഫക്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുണ്ട്. നമുക്ക് എന്തോ ഒരു ഭയങ്കര വയലൻസിന്റെ കാര്യമൊക്കെ പക്കയായിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല പേടിയോ. നമുക്ക് അടിപൊളിയായിട്ട് ജംപ് സ്കെയർസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കണ്ടോണ്ടിരിക്കാം. പിന്നെ പ്രണവ് മോഹൻലാൽ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമ ഫ്രഷ് കൺസെപ്റ്റ് ആണ്. ക്ലീശേ ഒരു പ്രേതകഥ എന്ന ലെവലിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. സൗണ്ട് എഫക്റ്റ് എന്ത് കാര്യങ്ങളായാലും നമ്മളത് പിടിച്ചിരുത്തുന്നുണ്ട്. സിനിമ ലാഗ് അടുപ്പിക്കുന്നില്ല. സിനിമ ആകെ 2 മണിക്കൂറിനടുത്തേ ഉള്ളൂ, എങ്കിലും പിടിച്ചിരുത്തുന്നുണ്ട്. ലാഗൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. സൗണ്ട് എഫക്റ്റെല്ലാം അടിപൊളിയായിരുന്നു. നമുക്ക് പേടി വരുന്ന സീനുകളുണ്ട്. ഫ്രഷ് കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ കണ്ടോണ്ടിരിക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല സിനിമയാണ്. എങ്ങനെ ഇമാജിൻ ചെയ്ത് കാണണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് കൊള്ളാം, നല്ല രസമുണ്ട്. ക്രിസ്റ്റോസ് സേവറിന്റെ BGM ഒന്നും രക്ഷയില്ല. ഇരുന്ന് ഒരു സീനുണ്ട്, നമ്മൾ രോമാഞ്ചോടിക്കും. അമ്മാര് പറയാൻ പറ്റണല്ലോ, അമ്മാര് രസമായിട്ട് ചോദിച്ചിട്ടുണ്ട് പടം. നല്ല വെറുത്ത് മൂവി, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഇന്നലെ കണ്ട് ഇന്നും കണ്ടു. പ്രണവ് അടിപൊളിയാണ്. പ്രണവ് അപ്ഗ്രേഡായി, ശരിക്കും അപ്ഗ്രേഡ് ആയി. പിന്നെ അപ്ഗ്രേഡ് ആക്ടിങ്ങിൽ പുള്ളി പൊളിയായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞ പുള്ളിയെ താത്തരുത്. പുള്ളി അടിപൊളിയായിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി എനിക്ക് പറ്റിയൊരു പേഴ്സൺ അല്ല, പക്ഷെ ആക്ടിങ്ങിൽ പുള്ളി തകർത്തിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസപ്പ് ആണെങ്കിലും മൊത്തത്തിൽ പുള്ളി അടിപൊളി. രാത്രി കണ്ട് പടം നല്ല മേക്കിംഗ് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രണവ് മോഹൻലാലിൻ്റെ ഗ്രാഫ് ഭയങ്കരമായിട്ട് ഉയരുന്നുണ്ട്. കാരണം പുള്ളി ഇതുവരെ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വന്ന പടം ഇതാ. പുള്ളിക്ക് പുള്ളിയുടെ ഒരു സ്കില്ല് എന്താണെന്ന് കാണിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ കൂടെ വേറൊരു പുള്ളി, എനിക്ക് പുള്ളിയുടെ പേരറിയില്ല, അത്യാവശ്യം ഏജുള്ള ഒരാളാണ്. പുള്ളിയും പ്രണവ് മോഹൻലാലും ത്രൂ ഔട്ടുണ്ട്. ആ പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ചില സിനിമകളിലൊക്കെ കുഞ്ഞു വേഷങ്ങളിൽ വന്നു പോയ പുള്ളിയാണ്. പുള്ളിക്ക് ഇത് നന്നായിട്ട് ബെനിഫിറ്റ് ആവും. നല്ല പടം. പിന്നെ ക്ലൈമാക്സിലൊരു ഭയങ്കര ഒരു സസ്പെൻസ് ഉണ്ട്, നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനം ഉണ്ട്. എന്തായാലും ഈ ഡയറക്ടറുടെ കയ്യിൽ ഹൊറർ സീക്വൻസ്, ഹൊറർ മൂവീസ് എല്ലാം ഭയങ്കര സേഫാണ്. പുള്ളി ഇനി കളം മാറ്റി വേറെ എന്തെങ്കിലും ഒരു ഹൊറർ അല്ലാത്തൊരു സംഭവം എടുത്താൽ നമുക്ക് മനസ്സിലാവും പുള്ളിക്ക് ആ ഒരു പാറ്റേണൊക്കെ പറ്റും. ഹൊറർ സംഭവങ്ങളെല്ലാം രാഹുൽ സദാശിവൻ്റെ കയ്യിൽ സേഫ് തന്നെയാണ്. ഈ ഒരു ജോണർ പുള്ളി തകർത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ നൈസാണ്. സ്റ്റോറി ലൈന് മേക്കിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. സൗണ്ട് എഫക്ട്സ് ഒക്കെ പക്കല്ലേ? അടിപൊളി. തുടങ്ങുന്ന മൊമെന്റിൽ തന്നെ തുടങ്ങിയൊരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പടം ആ സ്റ്റോറി ലൈനിലോട്ട് കടക്കുന്നുണ്ട്. 2 മണിക്കൂറിനകത്താണ് ഡ്യൂറേഷൻ. അതുകൊണ്ട് തന്നെ വേറെ ഫാസ്റ്റിൽ പോകുന്നുണ്ട്. വേറെ ലാഗൊന്നുമില്ല. ആ ഒരു ഒഴുക്കിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. നല്ലൊരു എന്റർടൈനിങ് പടമാണ്. കൊച്ചുകുട്ടികളൊക്കെ എന്തായാലും പേടിക്കും. ഇതുപോലെ തന്നെയായിരുന്നു. മീൻസ് ഈ ഒരു ഡയറക്ടറിന്റെ മുമ്പത്തെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഈ ഭൂതകാലം, ബ്രഹ്മയുഗം, റെഡ് ട്രെയിൻ. അപ്പം ആ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നത്. അപ്പം എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തു. നല്ല പടം. എനിക്ക് വർക്കൗട്ടായി. മോശമായിട്ട് ഈ ഒരു സൗണ്ട് എഫക്ട്സും എനിക്ക് തോന്നുന്നു ഈ ഒരു അറ്റ്മോസൊക്കെ ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ പോയിരുന്നു കാണണമെങ്കിൽ ആ ഒരു കറക്റ്റ് ഫീൽ കിട്ടത്തുള്ളൂ. അത്യാവശ്യം നല്ല സൗണ്ട് എഞ്ചിനീയറിങ്ങും സിനിമാറ്റോഗ്രാഫി ഒക്കെ നന്നായിരുന്നു. ഹൊറർ മൂവീസിന് ഒരു ബെഞ്ച് മാർക്ക് ആയിരിക്കും ഈ ഫിലിം. എനിക്കൊന്ന് മലയാളത്തിലൊരു ബെഞ്ച് മാർക്കായിരിക്കും. നമുക്കൊരിക്കലും അതിനെ ഈ ഹോളിവുഡ് പടങ്ങൾ, അതായത് ഇപ്പോൾ റിംഗ് പോലെയുള്ള സിനിമകളായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും എനിക്കൊന്ന് മലയാളത്തിലൊരു ബെഞ്ച് മാർക്ക് തന്നെയാണ്. എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ. പടം സ്ലോ ആണ്, ആദ്യമേ സ്ലോ ആണ്. പിന്നെ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ആണ്. ഇടയ്ക്ക് വരുമ്പോൾ അതിലാണ് നമുക്കൊരു പേടി തോന്നുന്നത്. പിന്നെ കാഴ്ചയിലുള്ള ഒരു വലിയൊരു ഇതൊന്നും നമ്മൾ കണ്ടാൽ പേടിക്കുന്നതൊന്നുമില്ല. പണ്ടത്തെ യക്ഷിക്കഥയൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒരു ട്രെൻഡിങ് പ്രേതമാണ് തോന്നുന്നത്. കാര്യം ഇപ്പോഴത്തെ പടങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ യൂത്ത് തലമുറയിലുള്ള പയ്യന്മാരുടെ ട്രെൻഡിങ് ആണ് ഈ സാധനം വന്നിരിക്കുന്നത്. പിന്നെ എല്ലാവരും പറയുന്ന പേടിച്ച് പോവും, വിറച്ച് പോവും, മൂത്രം ഒഴിക്കുമെന്ന് പറയണത്. ഞാൻ രാവിലെ പടത്തിന് കയറാൻ മൂത്രം ഒഴിച്ചില്ലായിരുന്നു. അതിന് ഒരു 1 ലിറ്റർ വെള്ളം കുടിച്ചായിരുന്നു. പിന്നെ ഞാൻ അകത്ത് കയറിയിട്ട് ഇൻ്റർവെല്ലായിട്ട് ഞാൻ പെടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് പടം കണ്ടിട്ടാണ് ഞാൻ പിന്നെ പെടുത്തത്. കാണുന്നവരൊക്കെ പറഞ്ഞ് അത് കണ്ട് പെടുത്ത് തൂറിപ്പോകുമെന്നൊക്കെയാണ് പറഞ്ഞത്. സൗണ്ട് എഫക്ട്സ് പടം നമ്മൾ മലയാള സിനിമയെ കുറ്റം പറയുന്നതല്ല, ഞാനിപ്പോഴാണ് പെടുത്തത്. ഈ പിള്ളേർക്ക് മാത്രം ഈ പടം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. പിന്നെ ഈ പഴയ ആൾക്കാരുണ്ട്,
പഴയ ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർക്ക് കല്യാൺകാട്ട് നീലിയും പിന്നെ പ്രേം നസീറിൻ്റെയൊക്കെ കുമാരേട്ടാ ഇതൊക്കെ അവർക്ക് പിടിക്കുള്ളൂ. മനസ്സിലായി? അതാണ് ഇപ്പം കാലം മാറുന്നതിനനുസരിച്ച് ട്രെൻഡിങ് മാറി. പണ്ട് കല്യാൺകാട്ട് നീലി, ഇപ്പോൾ ട്രെൻഡിങ് മാറി ആത്മാവിനെ വെച്ച് ആ ട്രെൻഡിങ് പ്രാതമായി. അത് തന്നെയാണ് സംഭവം. ഒരു രക്ഷയില്ല, സൂപ്പർ. പ്രണവിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? പ്രണവിന്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഇന്നേ വരെ ലാലേട്ടൻ്റെ ബ്രാൻഡ് ചേർത്താ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഇനി ധൈര്യമായിട്ട് പറയാം, പ്രണവിൻ്റെതായ ഒരു രീതിയുണ്ട് ഇതിൽ. മലയാള ഇൻഡസ്ട്രിയിൽ ഇന്നേ വരെ ഇതേപോലെ ഒരു ഫിലിം വന്നിട്ടില്ല. വല്ലാത്ത മേക്കിങ്ങും മ്യൂസിക്കും ഒരു രക്ഷയില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നമ്മളെ പിടിച്ചിരുത്തിക്കളായി. പേടിച്ച് വിറയ്ക്കുമോ? പേടിച്ച് വിറയ്ക്കും മീൻസ് നമ്മൾ അതിലോട്ട് ഇരുന്നാൽ വല്ലാത്തൊരു ഫീലാണ്. പിന്നെ ഈ സിനിമ ആസ്വദിക്കാത്ത കുറേ എണ്ണം വന്ന് ചുമ്മാ ഈ സൈലൻ്റ് ആകുമ്പോൾ ഈ കമൻറ്റുകൾ പറയുമ്പോഴാണ് ആ മൈൻഡ് നമ്മൾ അതിലോട്ട് മാറുന്നത്. അല്ല, പടം സൂപ്പർ മൂവി പോലെ നല്ല രസമുണ്ടെന്ന്. പ്രണവിന്റെ ആക്ടിംഗ് ഒക്കെ റിയലിസ്റ്റിക് ആയിരുന്നു. നല്ല രസമുണ്ട്. ഇംഗ്ലീഷ് ടച്ച് നമ്മൾ ഇതിലൂടെ കാണാത്തൊരു പ്രണവിനാണോ? ആണ്. നല്ലൊരു ടച്ച് ഉണ്ട്. നല്ല, ഞാൻ പറഞ്ഞില്ല, ഇംഗ്ലീഷ് ടച്ച്. മലയാളത്തിൽ അടിപൊളി പടം, കിടിലം പടം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഈ നമ്മൾ ഹൊറർ ത്രില്ലർ കണ്ട് പേടിക്കുന്ന അങ്ങനെയല്ല. നമ്മൾ ബ്രഹ്മയുഗമൊക്കെ കാണുമ്പോൾ ഒരു തരിപ്പ് കിട്ടുമല്ലോ, കിക്ക് ഓഫ് കിട്ടുമല്ലോ, അതുപോലെ ഒരു സാധനമാണ്. ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷനിൽ ഒരു 20 മിനിറ്റ്സ് ഉണ്ട്, നമ്മൾ തരിച്ചിരുന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു സീറ്റ് അടിച്ച് സാധനമാണ്. അത് ഒരു ത്രില്ലിംഗ് മൊമെന്റ്സ് കിട്ടുന്ന അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രണവിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. രാഹുൽ സദാശിവന്റെ മേക്കിംഗ് ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് എല്ലാം, ബാക്ക്ഗ്രൗണ്ട് എല്ലാം അടിപൊളിയാണ്, അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. 2025 ലാലേട്ടൻ തൂക്കി, ബാക്കി മകൻ തൂക്കുകയാണ്. ഇതെന്തായിരുന്നാലും ഷുവർ ഷോട്ട് ഹിറ്റാണ്. രാഹുൽ സദാശിവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ വളരെ മികച്ച ഒരു സിനിമയാണ്. ഫ്രം ദ സ്റ്റാർട്ട് നമ്മളെ ടെൻഷൻ അടിപ്പിച്ച് ഒരു ഹോളിവുഡ് സ്റ്റൈൽ മേക്കിങ്ങിൽ മൊത്തത്തിൽ അന്യായ പടം. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഭൂതകാലം തന്നെയാണ് തോന്നുന്നത്. ഇപ്പോഴും സ്റ്റിൽ രാഹുൽ സദാശിവന്റെ മേക്കിംഗ് വൈസ് ആണെങ്കിലും പടം വൈസ് ആണെങ്കിലും ഭൂതകാലം തന്നെയാണ് എനിക്ക് കുറച്ച്. ബട്ട് ഇത് നൈസാണ്, ഓക്കെയാണ്. നമ്മൾ പക്ക എൻഗേജിങ് ആണോ? പക്ക അത്യാവശ്യം നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ ആണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിലും പടം മൊത്തത്തിലുള്ള മേക്കിങ്ങും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. സൗണ്ട് എഫക്ട്സ് ഒക്കെ നമ്മളെ പേടിപ്പിക്കും. സൗണ്ട് എഫക്ട്സ് ഫസ്റ്റ് ഹാഫിനൊക്കെ കുറച്ചുകൂടി ബെറ്റർ, സെക്കൻഡ് ഹാഫ് ആണെന്ന് പറയാൻ പറ്റും. ക്ലൈമാക്സിൽ പുള്ളിയുടെ എപ്പോഴത്തെ പോലെ സ്ഥിരം ഒരു നല്ല എലമെന്റ് ഉണ്ട്, അതും കൊള്ളാം. ബട്ട് എനിക്ക് പേഴ്സണലി ഫീൽ കൂടുതലാണ്. അടിപൊളി മൂവിയാണ് ബ്രോ. ആക്ടിങ് വൈസ് മേക്കിംഗ് ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. മേക്കിംഗ് വൈസ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ഭൂതകാലത്തിൻ്റെ ഒരു ആ ഒരു ടെംപ്ലേറ്റ് പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ കഥയൊക്കെ നമുക്കൊരു ഫീൽ ചെയ്യും. ബട്ട് ആക്ടിങ് വൈസ് ആൻഡ് മേക്കിംഗ് അടിപൊളിയാണ്. ക്ലൈമാക്സ് ബ്രോ എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? ഹൊറർ എലമെന്റ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കിടിലം പടം. ഇരുന്ന് പോകും നമ്മൾ ഉള്ളിൽ. സ്റ്റാർട്ട് ടു എൻഡ് നമ്മൾ തിയേറ്ററിൽ പിടിച്ചു. ക്രാഫ്റ്റ് ആണ്, സത്യമായിട്ടും അടിപൊളി സിനിമ. ഇപ്പം നമ്മൾ ഇതിലൂടെ കാണാത്ത പുതിയൊരു പ്രണവിനെയാണോ കാണുന്നത്? പ്രണവ് പുതിയതാണോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അടിപൊളിയാണ്, സൂപ്പറാണ്. ലാലേട്ടൻ്റെ ആ ഒരു രീതിയിൽ പ്രണവ് ഇമ്പ്രൂവ് ആയിട്ട് ഇങ്ങനെ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ, ബട്ട് സ്റ്റിൽ ഗുഡ് വൺ ആണ്. എന്നാലും മലയാളത്തിലായിട്ടും വരാത്തൊരു പുതിയൊരു ഫ്രഷ് സബ്ജക്റ്റ് അല്ലേ? സബ്ജക്റ്റ് ഫ്രഷ് ആണ്, പക്ഷെ എടുത്തേക്കുന്ന രീതിയാണ് കുറച്ചും കൂടി. അത് നമ്മൾ ഇൻവോൾവ് ആവുന്ന രീതിയിലാണ്, ഉള്ളിലിരുന്ന് പോകും, കംപ്ലീറ്റ്ലി ഇമ്മൻസ് ആയി പോകും. തിയേറ്ററിൽ അനാവശ്യ കമന്റ് ഒന്നുമില്ല. നല്ല ക്ലീൻ ആയിരുന്നു, നല്ല ക്രൗഡായിരുന്നു. താങ്ക്സ്.